ലോകത്ത് ഒരു അക്ഷരാവസ്ഥ മുതലാക്കിയിട്ട് ഐക്യരാഷ്ട്ര ചേർന്ന വ്യക്തിയെ ഭരണം കൽപ്പിക്കും. ആ വ്യക്തിയെ എതിർക്രിസ്തു. അത് നമുക്ക് രഹസ്യത്തിൽ പറയാവുന്ന കാര്യമാണ്, പരസ്യമായിട്ട് പറയാൻ പാടില്ല. അങ്ങനെ എതിർക്രിസ്തുവിൻ്റെ ഭരണം 7 വർഷക്കാലം, ശരി യേശു ക്രിസ്തു 1000 വർഷക്കാലം ഭരണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു വിശ്വസിക്കണം. യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തിയ ഹൃദയത്തിൽ വിശ്വസിക്കണം, വായു കൊണ്ട് ഏറ്റു പറയണം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലാഭം ജീവിക്കണം. ഞാനിവിടെ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ കത്തോലിക്കനായിരുന്നു. ഞാൻ ഈ വിശ്വാസത്തിൽ ഒരുപാട് ജോസഫൊക്കെ ഒരുപാട് കഷ്ടം അനുഭവിച്ചാളാണ്. ആ പള്ളിയിൽ അച്ഛൻ ഞങ്ങളുടെ വീടുകളൊക്കെ അവിടെ കൊന്ന് ഞങ്ങളെ വീട്ടിൽ കയറ്റാൻ പാടില്ല, എന്നെ വീട്ടിൽ കയറ്റാൻ പാടില്ല. പിന്നെ അച്ഛന്മാർ ഇങ്ങനെ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ, ചില ചെയ്യും. അവർ തന്നെ അവരുടെ കൂടെ തന്നെ വേറെ മറ്റു ജാതിക്കാർ ചേർക്കുന്നു, അവരോട് നമ്മൾ ഓടി നാട്ടിൽ നിന്ന് ഓടിക്കുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടം. ഇപ്പോഴും അതുപോലെ കഷ്ടത്തിൽ കൂടെ പോകുന്ന ആളാണ്. അങ്ങനെ ചില കഷ്ടങ്ങൾ പക്ഷേ ദൈവം ഞങ്ങൾ നിലനിർത്തുന്നതാണ്. ഈ നമ്മൾ ഒരു ശിശുവിനെ കുറിച്ച് സ്നാനപ്പെടുത്താൻ കൊണ്ട് ചെല്ലുമ്പോൾ ശിശു പറയുന്നില്ല. അപ്പം ഞാൻ ഈ മത്തായി ഭാഷയെ സ്നാനപ്പെടുത്താൻ പറ്റുന്നത്, മത്തായി ഭാഷ കുഞ്ഞാണ്, 6 മാസം. അപ്പം മത്തായി ഭാഷയോട് ചോദിക്കും, മത്തായി ഭാഷ സ്നാനപ്പെടുന്നതെന്ന് ചോദിക്കും. മത്തായി ഭാഷ എടുത്തു അതോടൊപ്പം പറയും ഞാൻ ഏറ്റെടുക്കുന്നു പറയും. വേറെ ദിവസം എന്താ പറയുന്നോ, ഞാൻ എൻ്റെ പാവത്തിന് വേണ്ടി യേശു മരിച്ചു വിശ്വസിക്കും, ബൈബിൾ ഇട്ട് വേണം. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് സ്നാനപ്പെടുന്നത്. അപ്പം മത്തായി ഭാഷ അതിനൊരു തലവട്ടപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അത് ബൈബിൾ പ്രയോഗങ്ങൾ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് സ്നാനപ്പെടാൻ അവസരം തന്നു. പിന്നെ സ്നാനപ്പെടുന്നവർ ചിലവരുടെ കാര്യം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയം കിടന്നാൽ അപ്പോൾ കവലയിൽ പോയി പ്രസംഗിക്കണമെന്നുണ്ട്. അങ്ങനെ കവലയിൽ പോയി പ്രസംഗിക്കാൻ 10-40 വർഷത്തോളമായി ഈ കവലകളിൽ പോയി ഞാനിങ്ങനെ സുവിശേഷം പറയുന്നു. എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിൽ വിശ്വസിക്കണം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ജീവിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ജീവിക്കുന്നവർ ചേർക്കണം യേശുവിനെ. കാഹളം ധ്വനിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 2-3 നേരം പ്രശ്നങ്ങൾ പിടിച്ച് യൂട്യൂബിൽ കിട്ടുന്നത്. ഞാൻ ആ കാര്യത്തിൽ എതിരുള്ള ആളാണ്, എന്നാലും അവർ വന്ന് കിട്ടുന്നത്. കാഹളം ധ്വനിക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ കാഹളം കേൾക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിൽക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നാലേ കാഹളം നമ്മൾ കേൾക്കുകയുള്ളൂ. ഒരുപാട് ശബ്ദങ്ങൾ കൂടുതൽ, വണ്ടിയുടെ ശബ്ദമുണ്ടാവും, മൈക്കിൻ്റെ ശബ്ദം, പിന്നെ കിളികളായിരുന്നു. പക്ഷെ ആ ശബ്ദത്തിൻ്റെ കൂടെ ഈ കാഹശബ്ദം കേൾക്കണമെങ്കിൽ പരിശുദ്ധാഭിഷേകങ്ങളാകും. ഞാൻ കഴിഞ്ഞ ദിവസവും അപ്പോൾ നമ്മൾ ഈ ബുദ്ധിയുള്ളവൻ മൃഗത്തെ സംഖ്യ മനുഷ്യ സംഖ്യ അത് 666. അപ്പം തല 7 മലയാകുന്നതോടെ 7 അവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ചുരുക്കി പറയാം, ലോകത്തിൽ 7 സാമ്രാജ്യം. അസീറിയൻ സാമ്രാജ്യം, മേദ്യ സാമ്രാജ്യം, പേർഷ്യ സാമ്രാജ്യം, ഇറാൻ സാമ്രാജ്യം, ബാബേൽ സാമ്രാജ്യം ഇറാഖ്, പിന്നെ ഗ്രീക്ക് സാമ്രാജ്യം, റോമ സാമ്രാജ്യം, ഇങ്ങനെയുള്ള ഇപ്പോൾ ജനാധിപത്യം. ഈ ജനാധിപത്യ ഭരണത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇരുമ്പും കളിമണ്ണും കൊണ്ട് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ഭരണം കമ്മ്യൂണിസ്റ്റ് ഭരണം, കളിമണ്ണിൻ്റെ ഭരണം ജനാധിപത്യ ഭരണം. ഇപ്പോൾ ഏത് തെരഞ്ഞെടുപ്പ് ആയാലും വെച്ച് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പില്ല, അത് കളിമണ്ണിൻ്റെ ഭരണം ഉറപ്പില്ല. ഇരുമ്പിൻ്റെ ഭരണം, ഇരുമ്പും കളിമണ്ണും ചേർന്നായ ഭരണകാലം യേശു വീണ്ടും വരും. നമ്മൾ യേശു വരുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു, നമ്മൾ യേശു വിശ്വസിക്കണം, കൽപ്പനയിൽ അനുസരിക്കണം. യേശു ഒന്ന് നമ്മൾ ചേർക്കും. നമ്മൾ 1000 വർഷക്കാലം ഭരിക്കും. വെറുതെ ഭരിക്കാതെ വരെ MLA ആയി, MP ആയി, ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ ഭരിക്കും. പക്ഷേ നമ്മൾ സ്വർഗത്തിൽ പോകും. അല്ലെങ്കിൽ നമ്മൾ 7 വർഷക്കാലം ഭരിക്കും. നമ്മൾ മറ്റു നരകത്തിൽ പോകും. സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണ്. ശാസ്ത്രവും സ്വർഗവും നരകവും കണ്ടുപിടിച്ചു. പക്ഷേ ആത്മാവിൻ്റെ തൂക്കം ശാസ്ത്രം കണ്ടുപിടിച്ചു. നിങ്ങൾ വെറുതെ പറയുന്നത് ബൈബിളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രവർത്തനം നിർത്തിയതാണ്. അന്ത്യകാലത്ത് ഒരുപാട് നടക്കുന്ന കാര്യം നടക്കുമ്പോൾ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങുന്നത് അന്ത്യകാല സംഭവമാണ്. മനുഷ്യ ഉഗ്രന്മാരായി തീർന്ന അന്ത്യകാല സംഭവമാണ്. മനുഷ്യരെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്, ചൈനയിൽ നിന്ന് മനുഷ്യരെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് അന്ത്യകാല സംഭവമാണ്. അതുപോലെ എല്ലാ സംഭവങ്ങളും പുറകെ നിർത്തുക, എല്ലാം ബൈബിളിൽ പറയുന്ന കാര്യം നടന്നു. നിശ്ചയമായിട്ട് സ്നാനപ്പെടാനുള്ളവരുണ്ടെങ്കിൽ അവർ യേശുവിൽ വിശ്വസിക്കണം.